principal theorems of moment of inertia. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഫിസിക്കൽ മീനിങ്ങും ഒക്കെ ഞാൻ നേരത്തെ പോസ്റ്റിങ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 തിയറങ്ങൾ പഠിക്കാനുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പാരലൽ ആക്സസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സസ് തിയറം. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് ബേസ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ പറയും. അത് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള. ഇതിപ്പോൾ ഒരു പ്ലെയിൻ ഷീറ്റ് ലാമിന എന്ന് പറയും. ഇതിലൊരു പോയിൻ്റുണ്ട്. ആ പോയിൻ്റിൽ ഇത് പിവോട്ട് ചെയ്താൽ ഇത് ഹൊറിസോണ്ടലായിട്ട് നിൽക്കും. ഇപ്പം ഈ കേസിൽ ഞാനിപ്പോൾ കൃത്യമായിട്ട് സെൻറ്റർ ഒന്നും കണ്ടുപിടിച്ചില്ല. അതിന് ആ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദിസ് ലാമിന എന്ന് പറയുക. അപ്പോൾ അതിൽ ഇതിനെ പിവോട്ട് ചെയ്താൽ, ഇതിനെ താങ്ങി നിർത്തിയാൽ ഇത് ഹൊറിസോണ്ടലായിട്ട് നിൽക്കും. അതാണ് സെൻറ്റർ ഓഫ് മാസ്. ഇതിൽ ഒരു സൈഡിൽ മാസ് കൂടുതലാണെങ്കിൽ ഇത് ഇങ്ങോട്ട് ടേൺ ചെയ്യും. അപ്പോൾ മറു സൈഡിലുള്ള പാർട്ടിക്കിൾസ് മാസ് ഇതിനെ ഇങ്ങോട്ടാണ് നേരെ എതിരെയാണ് ടേൺ ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ടേൺ ചെയ്യാനുള്ള കഴിവിനാണ് മോമെൻറ്റ് എന്ന് പറയുക. മോമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന് വസ്തുക്കളെ തിരിക്കാനുള്ള കഴിവ്. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ. മോമെൻ്റ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ മാസ്സിന് വസ്തുക്കളെ തിരിക്കാനുള്ള കഴിവ്. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ ഒരു മാസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ഇങ്ങനെ തിരിയും. അപ്പോൾ മാസിന് തിരിക്കാനുള്ള കഴിവുണ്ട്. മോമെൻ്റ് ഓഫ് ഏരിയ ഉണ്ട്. അതൊക്കെ സങ്കല്പങ്ങളാണ്. പക്ഷേ നമ്മൾ ഈ മോമെൻ്റ് എന്നുള്ള കോൺസെപ്റ്റ് വളരെ വൈഡായിട്ട് ഉപയോഗിക്കും. ഇതിൽ ഇവിടെ ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ, ഇപ്പോൾ ഇതാ സെൻറ്റർ ഓഫ് മാസ് എങ്കിൽ ഈ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ നമുക്കൊരു ആക്സിസ് സങ്കല്പിക്കാം. ഞാനിപ്പോൾ ഇത് കാണിച്ചിട്ടുണ്ട്, ഒരു ആക്സിസ്. ഇനി ആ സെൻട്രൽ ആക്സിസ് ഓഫ് ദി ലാമിന എന്ന് പറയും. ഈ സെൻട്രൽ ആക്സിസിൻ്റെ ഒരു സൈഡിലുള്ള ഒരു പാർട്ടിക്കിൾ, ഇത് അനേകം പാർട്ടിക്കിൾ കൊണ്ടല്ലേ ഈ ലാമിന ഉണ്ടാക്കിയിട്ടുള്ളത്. M1, M2, M3 ഇങ്ങനെ പല പാർട്ടിക്കിൾസ്. ഓരോന്നിനും നമ്മൾ മാസ് ഇങ്ങനെ സിമ്പിൾ വെച്ച M1, M2, M3, M4 ഇങ്ങനെ കാക്കത്തുള്ളവരും പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതിൽ ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഒരു സൈഡിലുള്ള അനേകം പാർട്ടിക്കിൾ ഒരെണ്ണമാണ് എൻ്റെ M1 എന്ന് പറയുന്ന പാർട്ടിക്കിൾ. ഞാൻ വലിയ ഡോട്ട് പോലെ കാണിച്ചിട്ടുണ്ട്. ഈ ലാമിന ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഒരു പാർട്ടിക്കിളായത്. അതിന് ഇതിൻ്റെ ഈ ദൂരം R1, ഈ ദൂരം എന്ന് പറയുന്നത് സെൻട്രൽ ആക്സിസിൻ്റെ പ്ലെയിനിലുള്ള ഈ ചുമന്ന വര വരച്ചിരിക്കുന്നത് സെൻട്രൽ ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലൈനാണ്. അപ്പോൾ സെൻട്രൽ ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആ പാർട്ടിക്കിളിൻ്റെ R1 എങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മോമെൻറ്റ് ഇങ്ങോട്ടാണ്. എനിക്കത് ആൻറ്റി ക്ലോക്ക് വൈസാണ്. അപ്പോൾ ഈ പാർട്ടിക്കിള് ഈ ലാമിനെ ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് തിരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ മോമെൻറ്റ് എപ്പോഴും മോമെൻറ്റ് ഓഫ് എനി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്വാണ്ടിറ്റി ഇൻ ടു എ ലെങ്ത് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി എവിടെയാണോ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത് അതിൽ നിന്ന് ഒരു ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായി ക്വാണ്ടിറ്റി ഇപ്പം കിട്ടുന്നതിനെ നമ്മൾ മോമെൻ്റ് എന്ന് പറയാം. മോമെൻ്റ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ്. മോമെൻ്റ് ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അതിനെ ടോർക്ക് എന്ന് പറയുക. മോമെൻ്റ് ഓഫ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. മോമെൻ്റ് ഓഫ് എനിത്തിങ് നമുക്ക് കണ്ടുപിടിക്കാം. എന്താ ഫിസിക്സ് എല്ലാം ക്വാണ്ടിറ്റികൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടെന്ന് പറയുമ്പോൾ അതും ക്വാണ്ടിറ്റി ആക്കാം നമുക്ക് ഫിസിക്സിൽ. അപ്പോൾ മെഷർ ചെയ്യത്തക്കവണ്ണം നമ്മൾ അതിനെയൊക്കെ രൂപീകരിച്ചൊക്കെ എടുക്കും ഓരോ രീതിയിൽ. ആവശ്യമുള്ളതൊക്കെ എടുക്കും, ആവശ്യമില്ലാത്ത നമുക്ക് പിന്നെ വെറുതെ ആവശ്യമില്ല. സൈക്കോളജി കൈകാര്യം ചെയ്യുന്നത് നമുക്കിപ്പോൾ ഫിസിക്സിൽ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ ഇപ്പോഴത്തെ കാലം. അപ്പോൾ
ഈ പാർട്ടിക്കിളിൻ്റെ മോമെൻറ്റ് അബൌട്ട് ദിസ് സെൻട്രൽ ആക്സിസ് ഇപ്പോൾ കാണുന്നതിൻ്റെ പിന്നെ അത് M1R1 അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്കിള് ഈ ലാമിനെ എന്നെ സംബന്ധിച്ചിടത്തോളം ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് ടേൺ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ M1R1 ആൻറ്റി ക്ലോക്ക് വൈസാണ്. ഇതിന് നേരെ എതിരെ ഒരു പാർട്ടിക്കിളുണ്ട് ഇവിടെ, M2 മാസമുള്ള ഒരു പാർട്ടിക്കിൾ. അതിന് ഈ ഇങ്ങോട്ടുള്ള ദൂരം R2 എങ്കിൽ ഇതിൻ്റെ മോമെൻറ്റ് M2R2 ആണ്. ആ പാർട്ടിക്കിൾ ഇതിനെ ക്ലോക്ക് വൈസായിട്ട് ടേൺ ചെയ്യാനാണ് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇത് ഹൊറിസോണ്ടലായിട്ട് നിന്നല്ല പറ്റൂ, കാരണം ഇത് സെൻട്രൽ ആക്സിസാണ്. അപ്പം നമുക്കെന്താ പറയുക, ഇതുപോലെ ഈ ആക്സിസിൻ്റെ ഒരു സൈഡിലുള്ള എല്ലാ പാർട്ടിക്കിളിൻ്റെയും കൂടെ മോമെൻറ്റ്സ് സം എടുക്കുക. അതെല്ലാം ക്ലോക്ക് വൈസായിട്ടാണ് എനിക്ക് മോമെൻറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലോക്ക് വൈസായിട്ട് ടേൺ ചെയ്യാനായി ശ്രമിക്കുക. അപ്പോൾ M1R1 ഇവിടുത്തെ ഈ റെഡ് ലൈനിൻ്റെ ഈ സൈഡിലുള്ള അനേകം പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ മോമെൻറ്റിൻ്റെ ടോട്ടൽ മോമെൻറ്റ് എടുത്താൽ ഒരു ക്വാണ്ടിറ്റി കിട്ടും. നമുക്കതിനെ σmr, ഈ സൈഡിലുള്ള σmr എന്ന് പറയാം. അതെല്ലാം കൂടെ ചേർന്ന് ഇതിനെ ക്ലോക്ക് വൈസായിട്ടാണ് ടേൺ ചെയ്യുന്നത്. ഇതുപോലെ ഇതിൻ്റെ ഇങ്ങേ സൈഡിൽ വളരെയേറെ പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൻ്റെ എല്ലാം കൂടെ മോമെൻ്റ് എടുത്താൽ അതും ഒരു σmr കിട്ടും. അതെല്ലാം കൂടെ ചേർന്നാൽ ഇതിനെ ആൻറ്റി ക്ലോക്ക് വൈസായിട്ടാണ് ടേൺ ചെയ്യുന്നത്. സെൻട്രൽ ആക്സിസിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ക്ലോക്ക് വൈസ് മോമെൻറ്റ് തരുന്നതും ആൻറ്റി ക്ലോക്ക് വൈസ് മോമെൻറ്റ് തരുന്നതും എല്ലാം കൂടെ ചേർന്നാൽ 0 ആവണം. കാരണം ടോട്ടൽ ആൻറ്റി ക്ലോക്ക് വൈസ് മോമെൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ ക്ലോക്ക് വൈസ് മോമെൻറ്റ്. അപ്പോൾ ഈ σmrഉം ഈ σmrഉം ഇത് പ്ലസ്സാണ്, ഇത് മൈനസ് ഒന്നും എടുത്തോണ്ടാൽ മതി. സിഗ്മയ്ക്കകത്ത് പ്ലസും മൈനസും ഒക്കെ ഉൾപ്പെടുത്താമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഈ ലാമിനയിലുള്ള എല്ലാ പാർട്ടിക്കിളിൻ്റെയും കൂടെ മോമെൻറ്റ്സ് കണ്ടുപിടിച്ച് സൈനോട് കൂടി ഇട്ട പ്ലസും മൈനസും ഒക്കെ വരും. ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 0 കിട്ടിയേ പറ്റൂ. കാരണം സെൻട്രൽ ആക്സിസിൽ ഇതിനെ പിവോട്ട് ചെയ്ത് ഹൊറിസോണ്ടലായിട്ട് നിൽക്കേണ്ട, ഇത് വലത്തോട്ടും തിരിയുന്നില്ല ഇടത്തോട്ടും തിരിയുന്നില്ല അല്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ മോമെൻറ്റ് σmr എന്ന് പറയുന്നത് 0. അതിൽ ഈ സൈഡിലുള്ളതെല്ലാം കൂടെ പോസിറ്റീവ് M1R1 പ്ലസ് M2R2 പ്ലസ് എക്സെട്ര ഒരു σmr കിട്ടും. ഇനി ഇങ്ങേ സൈഡിലുള്ള എല്ലാം കൂടെ മൈനസ് എടുക്കണം. അപ്പം മൈനസ് ഇവിടുത്തെ മൈനസ് M1R1 മൈനസ് M2R2 മൈനസ്, അപ്പോൾ എല്ലാം കൂടെ വരണം. ഇത് രണ്ടും കൂടെ ചേർന്ന് നമുക്ക് σmr മൈനസ് ഇവിടുത്തെ σmr, ഈ മൈനസും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മൊത്തത്തോടെ σmr എന്ന് പറയുമ്പോൾ അതിനകത്ത് സൈനൊക്കെ ഇൻക്ലൂഡാണ്. ആ σmr ആണ് നമുക്ക് 0 എന്നങ്ങ് എടുക്കാം. കാരണം ഇത് വലത്തോട്ടും തിരിയുന്നില്ല ഇടത്തോട്ടും തിരിയുന്നില്ല. അപ്പോൾ മോമെൻറ്റ് ഓഫ് ഓൾ പാർട്ടിക്കിൾസ്, മോമെൻറ്റ് ഓഫ് മാസ് ഓഫ് ഓൾ പാർട്ടിക്കിൾസ് ഓൺ എ ലാമിന അബൌട്ട് ഇറ്റ്സ് സെൻട്രൽ ആക്സിസ് വിൽ ബി 0. Sum of the moments of all particles of a lamina about the central axis should be 0. അത് മാത്തമാറ്റിക്കലായിട്ട് സിമ്പിളായിട്ട് പറയുമ്പോൾ σmr ഈക്വൽസ് 0 അബൌട്ട് ദി സെൻട്രൽ ആക്സിസ്. മറ്റൊരു ആക്സിസിനെ സംബന്ധിച്ച് അത് ബാധകമല്ല. കാരണം മറ്റേത് ആക്സിസിൽ ഇതിനെ പിവോട്ട് ചെയ്താൽ പിടന്ന് കിടക്കും, വലത്തോട്ടോ ഇടത്തോട്ടോ ഇത് പിടന്ന് കിടക്കും. അപ്പോൾ ഈ കോൺസെപ്റ്റ് തലയിൽ വേണം. ഇനി മോമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ mr², മോമെൻ്റ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ m×r, അതിൻ്റെ മോമെൻറ്റ് mr×r. അതിനാണ് മോമെൻ്റ് ഓഫ് ഇനേർഷ്യ, അല്ലെ റൊട്ടേഷണൽ ഇനേർഷ്യ, അല്ലെ സ്പിൻ ഇനേർഷ്യ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ്. റൊട്ടേഷൻ എപ്പോൾ പറയുമ്പോഴും ഒരു ആക്സിസ് വേണം, ആക്സിസിന് ചുറ്റുമല്ല കറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു റെഫറൻസ് ആക്സിസ് വേണം, അതിന് നമ്മൾ ആക്സിസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയും. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ
about an axis is defined as mr². അത് മെഷർ ചെയ്യുന്ന mr² എന്നുള്ള ക്വാണ്ടിറ്റി വെച്ചാൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. നമ്മളെ സൗകര്യമല്ലേ, ആരാ ചോദിക്കാൻ? നമ്മളങ്ങനെ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചു. ഈ കറങ്ങാനുള്ള കഴിവിന്, കറങ്ങിക്കൊണ്ടേയിരിക്കാനുള്ള കഴിവിന്, റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിവിനാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുക. അത് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് σmr². ഒരു പാർട്ടിക്കിളിൻ്റെ ആണ് mr². അനേകം പാർട്ടിക്കിൾസ് ചേർന്നാൽ വലിയൊരു വസ്തു ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സം ചെയ്യുന്നപ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ്. അപ്പോൾ σmr² എന്ന് പറയും. σmr എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊമെൻറ്റ്, σmr² എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയും. ഈ σmr സെൻട്രൽ ആക്സിസിനെ ബേസ് ചെയ്തെടുക്കുമ്പോൾ 0 ആയിരിക്കണം. ഏത് വസ്തുവിനും, ഞാനിപ്പോൾ ലാമിന എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, അത് ഏത് വസ്തുവിനും ബാധകമാണ്. ഈ പോയിൻ്റ് തലയിലുണ്ടെങ്കിൽ നമുക്ക് ഈ തിയറം മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ പ്രൂഫ് അത് ആണ് ഇനി എടുക്കാനും ഉള്ളത്. ഞാൻ പറഞ്ഞു റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിവ്, അതാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ്. സെൻട്രൽ ആക്സിസ് വേണ്ടിയത് ഈ സെൻട്രൽ ആക്സിസിൽ ഇട്ടുകൊണ്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ അത് പെട്ടെന്ന് അങ്ങ് നിൽക്കും, കണ്ടില്ല, തീർന്നു. അപ്പോൾ അതിന് റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിവ് വളരെ കുറവാണ്. ഏത് ആക്സിസിനെ ബേസ് ചെയ്താൽ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസ് അല്ല, സെൻട്രൽ ആക്സിസിനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒരു ലാമിനയ്ക്ക് ഏറ്റവും കുറവാണ്. ലാമിനയ്ക്ക് നല്ല ഏത് വസ്തുവിനും അത് മിനിമം. അതിന് നമ്മൾ IC എന്ന് സിമ്പിൾ കൊടുക്കും, ക്യാപിറ്റലായി സബ്സ്ക്രിപ്റ്റായിട്ട് IC, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ലാമിന അബൌട്ട് ദി സെൻട്രൽ ആക്സിസ്. ഇനി ഇതപ്പോൾ സെൻട്രൽ ആക്സിസ് ആയത്, ഇതിന് പാരലായിട്ട് D അകലത്തിലുള്ള മറ്റൊരു ആക്സിസാണ് എൻ്റെ കാണാൻ പോകുന്നത്. ഇവിടെ നിന്നും സെൻട്രൽ ആക്സിസിൽ നിന്നും അതിന് D അകലത്തിലുള്ള ഒരു പാരലൽ ആക്സിസ് ആയത്, അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ച് കൂടുതൽ സമയം റൊട്ടേഷൻ, ഈ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ. അതെ, ഞാനിപ്പം ഫുൾ കറക്കം കൊടുത്തിട്ടില്ല, ഇങ്ങനെ കടന്ന് സ്വിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ്റെ ഭാഗമാണ്. ഇത് ഈ ആക്സിസിനെ ബേസ് ചെയ്തായപ്പോൾ കൂടുതൽ നേരം ഇത് സ്വിങ് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഈ ആക്സിസിനെ ബേസ് ചെയ്ത് ഈ ലാമിനയ്ക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണെന്ന് മനസ്സിലായി. അപ്പോൾ സെൻട്രൽ ആക്സിസിനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഏറ്റവും കുറവ്, ലെറ്റ് ഇറ്റ് ബി IC. അതിന് പാരലായിട്ട് ഉള്ള മറ്റൊരു ആക്സിസിനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ലെറ്റ് ഇറ്റ് ബി I ഈസ് ഗ്രേറ്റർ ദാൻ IC. ഈ തിയറം പറയുന്നത് I ഈക്വൽസ് IC പ്ലസ് md², where m is the total mass of the lamina and d is the distance between the two parallel axes. അപ്പോൾ തിയറം എങ്ങനെ പറയാം? Let IC be the moment of inertia of a plane lamina about its central axis. Then moment of inertia of the lamina about a parallel axis is given by I equals IC plus md², where m is the total mass of the lamina and d is the distance between the two axes. ഈ D കൂടുന്തോറും സെൻട്രൽ ആക്സിസിൽ നിന്ന് അകലേക്ക് നമ്മൾ ആക്സിസ് കറക്കാൻ ഇതിനെ ശ്രമിക്കും തോറും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കറങ്ങാനുള്ള കഴിവും കൂടും. ഇതൊന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫാണ് പറയുന്നത്. അപ്പോൾ ഈ കാണിച്ച ഫിഗർ ആകേണ്ട ഇതൊരു ലാമിനയാണ്. ഈ ലാമിനയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഷേപ്പ് ഒന്നും വരയ്ക്കാറില്ല. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഏത് ഷേപ്പുള്ള ലാമിനയ്ക്കും ഇത് തിയറം ബാധകമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഫിഗറാണ് വരയ്ക്കുന്നത്, അതിൻ്റെ അടുത്ത് തെറ്റിദ്ധരിക്കുന്നത് എന്താ, റെക്റ്റാങ്കുലർ ഷീറ്റിന് മാത്രം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും കൊടുക്കാതെ ഈ തോന്നിയ സെക്ലാ പോലെ വര വരയ്ക്കുന്നത്. ഏത് ഷേപ്പുള്ള ലാമിനയ്ക്കും ഇത് ബാധകമാണ്.
അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആക്സിസാണ് വൈ വൈ, അതിന് പാരലായിട്ടൊരു ആക്സിസാണ് വൈ ഡാഷ് വൈ ഡാഷ്. ഇത് തമ്മിലുള്ള അകലമാണ് ഡി. എം എന്ന് പറയുന്നൊരു മാസ് ഇവിടെ എടുത്തൊരു പാർട്ടിക്കിൾ, പി എന്ന് പറയുന്നൊരു പാർട്ടിക്കിളാണ് സെൻട്രൽ ആക്സിസിൽ നിന്ന് 6 അകലത്തിലുള്ള ഒരു പാർട്ടിക്കിളായത്. അതിൻ്റെ മാസ് എം എന്നിരിക്കട്ടെ. എങ്കിൽ ഈ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് സെൻട്രൽ ആക്സിസ് എന്ന് പറഞ്ഞ എത്ര? mr². ആ ഒരു പാർട്ടിക്കിളിൻ്റെ mr². എങ്കിൽ ലാമിനയുടെ മൊത്തം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് സെൻട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ സിഗ്മ mr², m1r1² പ്ലസ് m2r2² പ്ലസ് എക്സെട്ര. അപ്പോൾ അതാണ് ഐ സി. അപ്പോൾ ഐ സി ഈക്വൽ സിഗ്മ mr². ഈ ആർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആക്സിസിൽ നിന്നുള്ള ദൂരമാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഈ ആക്സിസിനെ ബേസ് ചെയ്ത് ഈ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്ര? ഇവിടുന്നാകുമ്പോൾ ഡിസ്റ്റൻസ് ആർ പ്ലസ് ഡി എന്ന് എടുക്കണ്ടേ. ഈ ആക്സിസിൽ നിന്ന് ഈ പാർട്ടിക്കിളിലേക്കുള്ള ദൂരം ആർ പ്ലസ് ഡി. അപ്പോൾ ഈ ഒരു പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് ആക്സിസ് ഈസ് എം ഇൻറ്റു ആർ പ്ലസ് ഡി ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ലാമിനയുടെ മൊത്തം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് ആക്സിസ് ഈസ് സിഗ്മ എം ഇൻറ്റു ആർ പ്ലസ് ഡി ദി ഹോൾ സ്ക്വയർ. ദറ്റ് ഈസ് സിഗ്മ എം ഇൻറ്റു ആർ പ്ലസ് ഡി ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ r² പ്ലസ് d² പ്ലസ് 2rd. ഈ എം അങ്ങകത്തോട്ട് എടുക്കാമല്ലോ. അപ്പോൾ സിഗ്മ ഓഫ് mr² പ്ലസ് md² പ്ലസ് m ഇൻറ്റു 2rd ഓർ ഐ ഈക്വൽ ഈ സിഗ്മ, ഇതിനെല്ലാം സിഗ്മ ചേർക്കാമല്ലോ. സം ഓഫ് ഓരോന്നിനും ഈ സിഗ്മ ബാധകമല്ലേ. ഇതിപ്പോൾ m1r1² പ്ലസ് m2r2² പ്ലസ് എക്സെട്ര. ഇത് m1d² പ്ലസ് m2d² പ്ലസ് m3d² പ്ലസ് എക്സെട്ര. ഡി ഇപ്പോൾ കോൺസ്റ്റൻ്റാണ്. ഡി കോൺസ്റ്റൻ്റ്, 2 ആക്സിസ് നമ്മളാകില്ല. ഇവിടെ ഇതുപോലെ mr ഉണ്ട്. അപ്പോൾ സിഗ്മ mr ഇവിടെ വരും. അപ്പോൾ ഈ സിഗ്മ അകത്തോട്ട് എടുക്കുക. അപ്പോൾ ഐ ഈക്വൽ സിഗ്മ mr² പ്ലസ് ഡി ഇൻറ്റു ഡി കോമൺ ഫാക്ടറായിട്ട് സം എടുക്കുമ്പോൾ ഇനി പുറത്തെടുക്കാം, സിഗ്മയ്ക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഡി ഇൻറ്റു സിഗ്മ d² ഇൻറ്റു സിഗ്മ എം പ്ലസ് 2d പുറത്തെടുക്കാം, സിഗ്മ mr. നേരത്തെ കണ്ടല്ലോ സിഗ്മ mr എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആക്സിസിനെ ബേസ് ചെയ്തുള്ള ദൂരമല്ലേ 6. ഇപ്പോൾ സിഗ്മ mr എന്ന് പറഞ്ഞാൽ ടോട്ടൽ മോമെൻ്റ് ഓഫ് മാസാണ്. അത് 0 ആണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ടേം അങ്ങ് സിഗ്മ mr 0 ആണ്ട് ഈ ടേം അങ്ങ് 0 ആണ്. സിഗ്മ എം എന്ന് പറഞ്ഞാൽ ഇതിലെ എല്ലാ പാർട്ടിക്കിളിൻ്റെയും കൂടെ ടോട്ടൽ മാസാണ് എന്ന് പറഞ്ഞാൽ ലാമിനയുടെ മൊത്തം മാസാണ്, ക്യാപിറ്റൽ എം. സിഗ്മ mr² എന്ന് പറഞ്ഞാൽ ഐ സിയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ടേം ഐ സി, ഇത് d² ഇൻറ്റു ക്യാപിറ്റൽ എം, ഇത് 2d ഇൻറ്റു 0. ഇപ്പോൾ ചുരുക്കത്തിൽ ഐ ഈക്വൽസ് ഐ സി പ്ലസ് md². അപ്പോൾ പാരലൽ ആക്സിസ് തിയറം പ്രൂവ്ഡ് ആയി. That's all. Thank you.